ഇതൊക്കെ ഉണ്ടല്ലോ ഒരു 30 വയസ്സിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഡ്രൈവർക്ക് വേണ്ട കപ്പലണ്ടി, ബീഡി, ഗുഡ്ക, ബിസ്ക്കറ്റ്, പൈസ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ കൊണ്ട് കൊട്ടിയിട്ടുണ്ട്. $17,482 ഫീറ്റ്. എനിക്ക് കുറച്ചു നേരമായിട്ട് വണ്ടി ഓടിക്കുമ്പോ തന്നെ ശ്വാസം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമ്മളെ നല്ല സമയം തുടങ്ങി. വെള്ളമില്ല, വെളിച്ചമില്ലെങ്കിലും ചിൽഡ് ബിയർ ഉണ്ട് കേട്ടോ. ചിൽഡ് ബിയർ, ഇംഗ്ലീഷ് വൈൻ ഷോപ്പ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ മഴയല്ലാട്ടോ പെയ്യണേ, ഹെയിൽ സ്റ്റോൺസ് ആണ്. ചെറുതായിട്ട് ഐസ് കട്ടകളാണ് വന്ന് വീണേ. ഭായ്, ഹായ്, ഗ്രേറ്റ് ഹിമാലയൻ ട്രെയിനിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് സർച്ചൂലാണ്. സർച്ചൂന്ന് നമ്മള് ഡോമിനെ എടുത്ത് നമ്മൾ താമസിച്ചിരുന്ന ഹോം സ്റ്റേ അല്ല, ആ ഒരു ക്യാമ്പ് സ്റ്റേ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ അതൊക്കെ ഇറങ്ങി രാവിലെ പരിപാടികളൊക്കെ തീർത്തു. വണ്ടിയുടെ എയറൊക്കെ ചെക്ക് ചെയ്തു, നമ്മുടെ ജാക്കറ്റും ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തു, ബാഗൊക്കെ പാക്ക് ചെയ്തു, അവരോടൊക്കെ യാത്ര പറഞ്ഞു ഇറങ്ങി. അപ്പോൾ നമ്മൾ ഇന്ന് നേരെ 250 കിലോമീറ്റർ ഓടിച്ചിട്ട് ലേയിലേക്ക് പോവാണ് കേട്ടോ. അതായത് മെയിൻ ലേ ടൗണിലേക്ക് അല്ലെങ്കിൽ ലേ സിറ്റിയിലേക്ക് നമ്മൾ പോവാണ്. ഏകദേശം ഇനിയുള്ള ഒരു 55 കിലോമീറ്റർ എനിക്ക് തോന്നുന്നത് പാങ് വരെ മോശൻ റോഡായിരിക്കും. നമുക്ക് കുറേ പാസുകൾ കിടക്കാണ്ട്, നക്കീല പാസ് കിടക്കാണ്ട്, ലാച്ചുങ്ല, താങ്ലാങ്ല, അങ്ങനെ കുറേ പാസുകളൊക്കെ കടന്ന് വേണം നമുക്കിന്ന് ലേയിലെത്താൻ. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഹരി, വെൽക്കം ടു 10 Pin Stories. അവിടെ ഒരു പാലം പണിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് കൂടെ ചുറ്റി തിരിഞ്ഞാൽ പോകണം. ചെറിയൊരു പാലം, അവിടെ കുഞ്ഞി പാലുണ്ട്. ഇവിടെ ഒരു ചെറിയ വാട്ടർ ക്രോസിംഗ് ഉണ്ട്. ആർക്കും ഒരു ഉപദ്രവം ചെയ്യാത്തൊരു വാട്ടർ ക്രോസിംഗ്. വെള്ളമില്ല, വെളിച്ചമില്ലെങ്കിലും ചിൽഡ് ബിയർ ഉണ്ട് കേട്ടോ. ചിൽഡ് ബിയർ, ഇംഗ്ലീഷ് വൈൻ ഷോപ്പ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എനിക്കിഷ്ടമാട്ടോ ഈ വെള്ളത്തിൽ കൂടെ വണ്ടി ഓടിക്കാൻ. എപ്പോഴും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാന്നറിയില്ല, എന്നാലും ഇവിടെ ഒരു ചെറിയ പാലുണ്ട് കേട്ടോ. അതിൻ്റെ കൺസ്ട്രക്ഷൻ കണ്ടോ. ഇവിടെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ലേ 251 കിലോമീറ്റർ, പിന്നെ പാങ്ങിലേക്ക് 77 കിലോമീറ്റർ കേട്ടോ. ഞാൻ 55 എന്നാണ് പറഞ്ഞത്. അവിടുത്തെ ചേട്ടനാണ് പറഞ്ഞത് എൻ്റെ അടുത്ത് 55 കിലോമീറ്റർ. പാങ് വരെ കുറച്ച് റഫായിട്ടുള്ള റൂട്ടാണെന്ന് കേട്ടോ. യെസ്, അത് ജസ്റ്റ് നമ്മുടെ ഫോൺ നമ്പർ അല്ല വണ്ടിയുടെ നമ്പർ എഴുതിയെടുക്കണല്ലോ കേട്ടോ. नहीं 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 मैं अकेले हूँ. ये लद्दाख का है सर. एंटर हो गया. अच्छा अच्छा, താങ്ക് യു. അപ്പോൾ നമ്മൾ ലഡാക്കിലേക്ക് കടന്നു കേട്ടോ. അതിൻ്റെ ചെക്ക് പോസ്റ്റ് ആയിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 17 കിലോമീറ്റർ എന്നൊക്കെ. മാപ്പിൽ അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളിതേ റിവർ ക്രോസ് ചെയ്ത് ഇപ്പുറത്തെ സൈഡിൽ വന്നു. നമ്മളിതേ ലഡാക്കിലേക്ക് കയറിയേക്കാണ് കേട്ടോ. ഇവിടെയും കുറേ ഓപ്ഷൻസ് ഉണ്ട് സ്റ്റേനൊക്കെ. സർച്ചൂൽ, ഇതും സർച്ചു തന്നെയാണ്, അതും സർച്ചു തന്നെയാണ്.
നമ്മൾ കുറേ നേരമായിട്ട് ഒരു 3 ലോറികളുടെ പുറകിൽ പെട്ടേക്കുക കേട്ടോ. അതിൽ 2 എണ്ണത്തിനെ നമ്മൾ ഓവർടേക്ക് ചെയ്തു. 3ാമത്തെ ദേ കിടക്കണം. അവർക്കൊട്ടും ഒതുക്കി തരാൻ പറ്റില്ല. പറ്റുന്ന സമയത്തൊക്കെ അവർ ഒതുക്കി തരുന്നുണ്ട് കേട്ടോ. കാര്യം കുറേ ലോറി ഓടിക്കുന്ന ആൾക്കാർ ഭയങ്കര റഫായിട്ടാണ്. ഒരു ബൈക്കൊന്നും വരുന്ന ബൈക്ക് റോഡിൽ ഉണ്ടെന്ന് തന്നെ ഉള്ള പോലെ അല്ല വണ്ടി ഓടിക്കുന്നത്. പക്ഷെ കുറേ പേരൊക്കെ ഭയങ്കര നല്ല ആൾക്കാരാണ്. എല്ലാവരും പെട്ടെന്ന് ഒതുക്കി തരും. ഈ ഒരു ഭാഗത്ത് ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ. പ്ലാസ്റ്റിക് കുപ്പികൾ കിടക്കണുണ്ടോ എന്തോരാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ അമ്പലമുണ്ട്. നോൺസെൻസ് എന്നൊക്കെ പറഞ്ഞാൽ അൾട്രാ നോൺസെൻസ് ആണ്. പ്ലാസ്റ്റിക് കുപ്പികൾ കിടക്കണുണ്ടോ. അപ്പോൾ ഇവിടുത്തെ ഐതിഹ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഇവിടെ ഏതോ ഒരു ലോറി ഡ്രൈവർ വെള്ളം കിട്ടാതെ ഇവിടെ കിടന്ന് മരിച്ചു എന്നാണ് പറയണത്. അങ്ങനെ അങ്ങേരുടെ പേരിൽ ഇവിടെ ഒരു അമ്പലം ഉണ്ടാക്കിയിട്ട് പിന്നെ ഇവിടെ വരുന്ന ആൾക്കാർ ഈ പ്ലാസ്റ്റിക് കുപ്പികൾ മൊത്തം ഇവിടെ കൊണ്ട് കൊട്ടുകയാണ്. വരുന്ന ആൾക്കാർ മൊത്തം അതിൽ വെള്ളമുണ്ട്, ചിലയിൽ വെള്ളം ഇല്ലാത്തതുണ്ട്. എന്തുമാത്രം നോൺസെൻസ് ആണെന്ന് ആലോചിച്ച് നോക്കിയേ. വേറെയും കുറേ ഉണ്ട് കേട്ടോ. ഈ ഡ്രൈവർക്ക് വേണ്ട കപ്പലണ്ടി, ബീഡി, ഗുഡ്ക, ബിസ്ക്കറ്റ്, പൈസ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ കൊണ്ട് കൊട്ടിയിട്ടുണ്ട്. എൻ്റെ മുകളിൽ കൂടെ ഞാനിപ്പോൾ നടന്നു വന്നേ. എന്നിട്ട് പോലും അത് താഴത്തേക്ക് പോകുന്നില്ല. കണ്ടോ എത്രത്തോളം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. ഓരോരോ പൊട്ടത്തരങ്ങൾ കാണിക്കുന്നത് ആൾക്കാർ. എനിക്ക് ഇങ്ങനത്തെ കണ്ണാണല്ലോ ചൊറിഞ്ഞു വരും. ഞാനിപ്പോൾ ഇത് കാണിക്കാൻ കാരണം നിങ്ങൾ ആരെങ്കിലും ലേ ലഡാക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും ഈ ഭാഗം ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതുപോലത്തെ ഒരു കാര്യം കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ബോട്ടിൽ ഇവിടെ ഇട്ടിട്ട് പോരുത്. ഇതൊക്കെ നോൺസെൻസ് ആണ്. ഇങ്ങനൊരു കഥ നടന്നിട്ടുണ്ടെന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ ദയവ് ഇത് ഇവിടെ കൊണ്ട് കുപ്പി വലിച്ചെറിയരുത് പ്ലീസ്. ആ അമ്പലം കഴിഞ്ഞ് പിന്നെയുള്ള 2 വളവ് വരെ പ്ലാസ്റ്റിക് കുപ്പികൾ ഇങ്ങനെ കിടക്കുക കേട്ടോ. അത് ആള് ജീവിച്ചിരിക്കുമ്പോൾ വെള്ളം കൊടുക്കാണ്ട് മരിച്ചു കഴിഞ്ഞിട്ട് അമ്പലം പണിത് വെള്ളം കൊടുത്തിട്ട് എന്താ കാര്യം എന്ന് എനിക്കറിയില്ല. എന്തൊക്കെയോ ആൾക്കാർ കാണിക്കുന്നുണ്ട്. അവിടെ ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്. പക്ഷെ ബൈക്കിന് കയറി പോവാം എന്ന് തോന്നുന്നു. പൊക്കോട്ടെ ചേട്ടാ. ആരെങ്കിലും പുറകിലേക്ക് എടുത്താലേ നടക്കുള്ളൂ. പൊക്കോട്ടെ, ബൈ, താങ്ക് യു. നമ്മളിപ്പോൾ ഗാട്ട ലൂപ്സ് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബേസിക്കലി ഹെയർ പിൻസ് ആണ്. അത് വരുന്ന വഴി കാണിച്ചാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് മുകളിലെത്തിയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. താഴെ കൂടെ ലോറികൾ വരുന്നുണ്ടോ. അപ്പോൾ അതിങ്ങനെ ലൂപ്പായിട്ട് അതിങ്ങനെ അവിടെ നിന്ന് തുടങ്ങിയതാണ്. അങ്ങനെ കയറി നമ്മൾ വരിക കേട്ടോ. തീർന്നിട്ടില്ല. ഇവിടുന്ന് ഇത് ഇങ്ങനെ പോകുന്നുണ്ട്. അതെല്ലാം ലോറികൾ കയറി പോകുന്നു മുകളിലേക്ക്. അങ്ങനെ കയറി പോവാന്ന് കേട്ടോ. അപ്പോൾ ഇതാണ് ഗാട്ട ലൂപ്സ്. അങ്ങനെ നമ്മളിത് നക്കീല പാസിലേക്ക് എത്തിയേക്കാണ് കേട്ടോ. 15,547 ഫീറ്റ്. ഇവിടെ ഒന്ന് നിർത്താല്ലേ കുറച്ചു നേരം. ഇവിടെ ആൾക്കാർ ഇങ്ങനെ കല്ലും ഒക്കെ ഇങ്ങനെ പറക്കി അടുക്കി വെച്ചിട്ടുണ്ട്. കയറി വരുമ്പോൾ തന്നെ നല്ല തലവേദന ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ഹൈറ്റ് കയറി വരുന്നതിൻ്റെയാണ്. അപ്പോൾ തലവേദന ഉണ്ടെങ്കിൽ തല ഇങ്ങനെ പിരിക്കുന്ന പോലൊരു ഫീൽ ഉണ്ട്. അപ്പോൾ ഞാൻ അധികം നേരം ഇവിടെ നിൽക്കുന്നില്ല. ഈ ഒരു സംഭവം എന്തായാലും ഇത്രയും ഹൈറ്റിലാണല്ലോ എന്നുള്ളൊരിതിൽ നിന്നതാട്ടോ. ഇനി നമുക്കിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലാച്ചുങ്ല എന്ന് പറഞ്ഞിട്ടൊരു പാസം കൂടി ഉണ്ട്. അതെത്ര 5000 ചില്ലാനം എത്രയോ അടി മുകളിലാണ്. ഇതെത്രയാണ്? ഇതെനിക്ക് തോന്നുന്നത് 4600 സംതിങ് അങ്ങനെ എന്തോ വരും തോന്നുന്നു. 15,547 ഫീറ്റാണ്. അയ്യോ മടുത്തു പോയിട്ടോ. പുറമൊക്കെ വേനെടുക്കണം. കുറേ നേരമായിട്ട് പൊട്ട റോഡാണ്. വളരെ മോശം റോഡാണ്. ചാടിയാണ് വരുന്നത്. ക്രിക്കറ്റ് കളിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ നേരമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഭയങ്കരമായിട്ട് മോശം റോട്ടിൽ കൂടെയാണ് വരുന്നത്. അത് കഴിഞ്ഞ് ഒരു വാലി പോലെ ഒരു ഭാഗത്തെത്തി. ഇവിടെ എത്തിയപ്പോഴാണ് കുറേ കടകളും ഒക്കെ കണ്ടത്. ഇത്ര നേരം ഒന്നും ഇല്ലായിരുന്നു. ഞാൻ കുറേ നേരമായിട്ട് ഒരു ലോറിയുടെ പുറകിൽ പെട്ട് കിടക്കുമായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഓവർടേക്ക് ചെയ്തത് ഇത് കഴിഞ്ഞു. ഞാൻ കുറച്ചും കൂടി പോയിട്ട് നിർത്താമെന്ന് വിചാരിക്കാം കേട്ടോ. പാങ് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തെത്തിയിട്ട് നിർത്താമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ ഏതാ വഴി? ലെഫ്റ്റ് ആയിരിക്കുമല്ലേ. അപ്പോൾ ഇവിടേക്ക് വേണമെങ്കിൽ കഴിക്കാനൊക്കെ നിർത്താം. പക്ഷേ കുറച്ചും കൂടി പോട്ടെ. ലാച്ചുങ്ല 16,616 ഫീറ്റ് എബവ് സീ ലെവലിലാണ്. ഇവിടെ കുറേ മറ്റേ ടിബറ്റൻ ഫ്ലാഗും അങ്ങനെയൊക്കെ കെട്ടിയിട്ടുണ്ട്. ശൗര്യചക്ര RCC അങ്ങനെ PROൻ്റെ അവിടെ ഒരു ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് ലോറിക്കാരൊക്കെ നിർത്തിയിട്ടുണ്ട്. കുറച്ച് ടഫാണ് കേട്ടോ ഈ ഒരു പർട്ടിക്കുലർ സ്ട്രെച്ച്. കുറച്ച് നേരമായിട്ട് അപ്പം ഞാൻ അതാണ് വീഡിയോ ഒന്നും എടുക്കാത്തത്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ല തലവേദനയും പിന്നെ റൂട്ടിൽ കൂടെ പോകുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടും എല്ലാം കൂടി
പിന്നെ വീഡിയോ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എടുക്കാനൊന്നും പറ്റുന്നില്ല. കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡ് ശരിയാവുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. നമസ്തേ ജി. 16,000 അടി പൊക്കത്തിൽ ഓക്സിജൻ ഇത്രയും കുറവുള്ളടുത്ത് അവരിന്ന് പണിയെടുക്കുകയാണ്. അത്രയൊന്നും നമുക്ക് ബുദ്ധിമുട്ടില്ല. എൻ്റെ നടു ഒരു പരിവായുണ്ട്. ഇന്ന് ലേല് ചെന്ന ഞാൻ മറ്റേ ജഗതി കിലുക്കത്തിൽ കിടക്കണ പോലെ അങ്ങനെ കിടക്കണ്ടാവും. ഒന്നുമില്ല, എല്ലാ അവന്മാരടിച്ചിളക്കി. നമ്മളൊരു 3.5 മണിക്കൂറായിട്ടോ ഈ റോഡിൽ കൂടെ വണ്ടി ഓടിക്കാന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ പിന്നെ ഒന്ന് നിരപ്പാക്കിയിട്ടുണ്ട്. ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ യാത്ര. കുറേ ആൾക്കാർക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും, ഓഫ് റോഡ് ഓടിച്ച് ഇഷ്ടപ്പെടുന്നത്. എനിക്കത് ഒട്ടും ഇഷ്ടമല്ല. എൻ്റെ നടുവൊക്കെ വേനെടുത്തിട്ട് വയ്യ. നമ്മൾ ഈ ഒരു 3.5 മണിക്കൂറിൽ മേ ബി ഒരു 50 കിലോമീറ്റർ മാക്സിമം അത്ര കവർ ചെയ്യുന്നുണ്ടാവും മാക്സിമം. അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നു ഒരു 10 കിലോമീറ്ററും കൂടി ഉണ്ടാവും പാങ്ങിലേക്ക്. അപ്പോൾ ഞാനൊന്ന് നിർത്തിയതാണ്. കുറച്ച് നേരം ഇങ്ങനെ വിചാരിക്കണം നിർത്തണം. ഭാഗത്തെ കാഴ്ചകളൊക്കെ നല്ല, പക്ഷേ ഈ റോട്ടിലേക്ക് ഇങ്ങനെ നോക്കി ഓടിക്കുമ്പോൾ ഒന്നും ഇങ്ങനെ നമുക്ക് ആ ഫുള്ളായിട്ടൊരു എൻജോയ്മെൻറ്റ്. ഞാൻ യാത്ര ചെയ്യണത് സ്ഥലങ്ങൾ കാണാനല്ല, അത് എനിക്കിങ്ങനെ കുറേ നേരം ബൈക്ക് ഓടിക്കണമെന്നോ അങ്ങനെയുള്ളവർക്ക് അതൊക്കെ ഈ റൂട്ടൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. എനിക്ക് പറ്റില്ല. അപ്പോൾ ഇവിടെ കുറേ നേരം ഒരു റിവർ ഒഴുകണം. ഞാൻ നിർത്തണോ എന്ന് ഇങ്ങനെ ആലോചിച്ച് ലാസ്റ്റ് നിർത്തിയതാട്ടോ. ഒരു റിവർ ഇങ്ങനെ ഒഴുകുന്നുണ്ട് സൈഡിൽ കൂടെ. റിവർ എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു സ്ട്രീമാണ്. ആ മുകളിൽ ഇങ്ങനെ ആ പാറ്റേൺസൊക്കെ ഭയങ്കര രസമാട്ടോ കാണാൻ. ഇങ്ങനെ ഇത് കുറേ ഉണ്ട്, ഇങ്ങനത്തെ കുറേ മലകൾ ഈ വരുന്ന വഴിക്ക് കാണാനുണ്ടെന്ന്. നല്ല രസമാണ് ഇത് കാണാൻ. ഇത് പ്രത്യേകിച്ച് ഇത് കണ്ടപ്പോൾ എനിക്ക് നിർത്താതിരിക്കാനേ പറ്റിയില്ല, അത്രയും ഭംഗിയാണ് ഇത് കാണാൻ. ഫൈനലി ഓടിച്ച് നമുക്കൊരു റോഡ് കിട്ടിയേക്കാണ്. അതുകൂടാതെ നമ്മളിതേ പാങ്ങിലെത്തിയേക്കാണ് കേട്ടോ. പാങ് 15,280 feet above sea level. അപ്പോൾ ഇവിടുന്ന് നമുക്ക് വല്ലതും ഭക്ഷണം കഴിക്കാം കേട്ടോ. ഈ പാങ്ങുമായിട്ട് എനിക്ക് രസകരമായിട്ട് ഒരു കഥ പറയാനുണ്ട്. അപ്പോൾ അത് ഞാൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വണ്ടി കയറ്റിയിട്ട് നമുക്ക് അവിടെ വന്നിട്ട് സംസാരിക്കാം. ആ ചേട്ടൻ എനിക്കിഷ്ടമായി, കണ്ടപ്പോഴത്തേക്കും വിളിച്ചാൽ എത്തിക്കായിട്ടുണ്ട്. കാണാമില്ലേക്കാവേ ഒരു ദാൽ ചാവലും ഒരു ഓംലെറ്റും പറഞ്ഞു കേട്ടോ. പിന്നെ ഉള്ളത് തുപ്പ, മാഗി അങ്ങനെയൊക്കെയാണ്. അപ്പോൾ തുപ്പ വെജാണ്. വെജ് തുപ്പയൊക്കെ കഴിച്ചിട്ട് എന്ത് ചെയ്യാനാണ് എനിക്കറിയില്ല. അതിവിടെ എത്തി. കുറേ കടകളുണ്ട് കേട്ടോ. ഞാനൊരു 10 കൊല്ലം മുമ്പ് ഇവിടെ വരുമ്പോൾ എനിക്ക് അങ്ങനെ കുറച്ചൊരു ഏരിയ ഉള്ളൂ, എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അന്നത്തെ ഞാൻ പറഞ്ഞില്ല ഒരു കഥ പറയാനുണ്ടെന്ന്. അന്നത്തെ യാത്രയിൽ മണാലിയിൽ നിന്ന് ഒരു ടാക്സി എടുത്തിട്ടാണ് വന്നത്. ആ ടാക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലേന്നൊക്കെ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി മണാലിയിൽ വന്നിട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനെ ഒരു ടാക്സിയിൽ കയറിയിരുന്നു ഞാനും ഡ്രൈവറും പിന്നെ ബംഗ്ലാദേശ് എന്നുള്ള ഒരു ടൂറിസ്റ്റും ഉണ്ടായിരുന്നു. രാവിലെ ഒരു 8 മണിക്ക് മണാലിയിൽ നിന്ന് പുറപ്പെട്ടതാണ്. വൈകുന്നേരം 6 മണിയായപ്പോഴാണ് പാങ് എത്തിയത്. ഇവിടെ എത്തിയിട്ട് നമ്മുടെ ഡ്രൈവർ കുടിച്ച് അയാൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റാണ്ടായി. അതുപോലെ അയാൾ കുടിച്ചിട്ട് അന്ന് രാത്രി പാങ്ങിൽ വണ്ടിയുടെ അകത്താണ് കിടന്നുറങ്ങിയത്. നമ്മുടെ ജാക്കറ്റ് സാധനങ്ങളും ഒക്കെ ബാഗിലായിരുന്നു, എല്ലാം എൻ്റെ മുകളിൽ കെട്ടി വെച്ചേക്കായിരുന്നു. ഒക്ടോബർ മാസമായിരുന്നു. എന്നിട്ട് അത് എടുക്കാൻ പറ്റാതെ ഇയാൾ ദൂരി തരണ്ടേ, അതിന് മുകളിൽ അരിച്ചാക്കും എന്തൊക്കെയോ കയറ്റിയിട്ടുണ്ട്. അങ്ങനെ തണുത്തിട്ട് ഇങ്ങനെ ഈ ഗ്ലാസിൻ്റെ ഒക്കെ മിസ്റ്റ് ഉണ്ടാവില്ലേ, അതൊക്കെ ഫ്രീസായി തുടങ്ങി. -2 അങ്ങനെ എന്തൊക്കെയായിരുന്നു. അങ്ങനെ തണുപ്പ് സഹിക്കാൻ പറ്റാതെ ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു ചായക്കടയിൽ കയറിയിട്ട് അതിൻ്റെ അടുപ്പിൻ്റെ അടുത്ത് പോയിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ ചായക്കട അടച്ചു. ഒരു 2 മണിയൊക്കെ ആയപ്പോൾ. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ആർമിയുടെ ട്രക്ക് വന്നു കേട്ടോ. കുറേ ഒരു കോൺവോയ് പോലെ. അതിനൊക്കെ ആർമിയുടെ ആൾക്കാരൊക്കെ ഇറങ്ങി നിന്നിട്ട് വലിയ ട്രക്കുകൾ അവരവിടെ വന്നിട്ട് വർത്താനം പറയും. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവരുടെ അടുത്ത് പോയപ്പോൾ ഒരു മലയാളി. അപ്പോൾ ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആൾ ചോദിച്ചു ഓൾഡ് മോങ് വേണമെന്ന് ചോദിച്ചു. എന്നിട്ട് ആ തണുപ്പിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് അവർ ഓൾഡ് മോങ് തന്നു കേട്ടോ. അപ്പോൾ അത്രയും അത് കഴിഞ്ഞിട്ടാണ് എനിക്കൊന്ന് ഉറങ്ങാൻ പറ്റി. മറ്റേ ഇയാളും അതെ, ബംഗ്ലാദേശി അതെ, മറ്റേ ആളിങ്ങനെ ഫുൾ കുടിച്ച് അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ 5 മണിക്കാണ് നമ്മുടെ ഡ്രൈവർ എന്നിട്ട് എനിക്ക് വന്നിട്ട് ഉച്ചയൊക്കെ ആയിരുന്നു തോന്നുന്നു ഇവിടെ എത്തിയപ്പോൾ. ഏകദേശം 24 മണിക്കൂർ കൂടുതലെടുത്തു. അപ്പം അങ്ങനെ അതാണ് എൻ്റെ പാങ്ങിനെ കുറിച്ചുള്ളൊരു ഓർമ്മ.
ചോറ്, ദാല്, ഒരു ഉരുളക്കിഴങ്ങ് തോരൻ, ബാക്കിൽ നല്ല ലോറിയുടെ സൗണ്ട് ഉണ്ടാവും. പിന്നെ നമ്മുടെ ചപ്പാത്തി, ഒരു ഓംലെറ്റ്, ഇത്ര സാധനങ്ങളുണ്ട്. വേറൊരാളും കൂടി ഉണ്ട് കേട്ടോ. ആൾ ഗോവയിൽ നിന്നാണ്. ആളിങ്ങനെ ലേ ലഡാക്കൊക്കെ കവർ ചെയ്ത് ഇനി സംസ്കാർ പോകാനുള്ള ഒരു പോക്കാണ്. അപ്പോൾ സൊമോരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലേക്കൊക്കെ കവർ ചെയ്തിട്ട് അങ്ങോട്ട് പോകുന്ന വഴിയാണ്. ആളും ഒരു ഡോമിനാറിലാണ്, ഗോവയിൽ നിന്നാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവർ ഫുഡൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഭയങ്കര ഒച്ച ഇവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ. പിന്നെ നല്ല പൊടിയുണ്ട്. It's called Tin Pin Stories. Sorry? Tin Pin Stories. See you, Jimbai. ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങി കുറച്ച് ദൂരം കൂടി ഓഫ് റോഡ് പരിപാടി ഉണ്ടാവും. അത് കഴിഞ്ഞ് നല്ല റോഡാണെന്ന് പറഞ്ഞത്. സമയം ഇപ്പോൾ 3 മണി 8 മിനിറ്റ്. നമുക്കിനി 174 കിലോമീറ്റർ ഉണ്ട് ലേയിലേക്ക്. ഇരുട്ടാവുമായിരിക്കും എത്തുമ്പോഴത്തേക്കും. കുറേ ടൈം അവിടെ വേസ്റ്റായി. ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമുള്ളൊരു കുഴപ്പമാണ്. പക്ഷേ ഇപ്പോൾ ഈ പയ്യൻ പറയുമ്പോൾ ഈ പയ്യൻ ലേയിലേക്ക് വരുമ്പോഴും ഇതുപോലെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത്ര. പക്ഷേ ഈ പറഞ്ഞ പോലെ അഗെയിൻ ഓഫ് റോഡിംഗ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് എൻജോയ് ചെയ്ത് ഓടിച്ച് വരാം. അപ്പോൾ എനിക്കത് അത്ര കൺവീനിയൻ്റ് ആയിട്ട് തോന്നാറില്ല ഓഫ് റോഡിങ്. അപ്പോൾ ഞാനത് അത്ര എൻജോയ് ചെയ്യാറില്ല. എനിക്ക് അങ്ങനെ ഒരു അഡ്രിനാലിൻ റഷും അത് ചെയ്യുമ്പോൾ വരാറില്ല. അപ്പോൾ നമുക്ക് വിട്ടടിച്ച് പോകാം ലേയിലേക്ക്. ആ ഒരു ഭാഗത്ത് മലയുടെ മുകളിൽ മഴ വീണുണ്ടോ? അവിടെ മാത്രം മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് രസമാണ് നോക്കാം. അവിടെ ഇങ്ങനെ കിടക്കാണ് ഹിമാലയാസ്. ഇങ്ങനെ 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 ഇങ്ങനെ. നമ്മുടെ നല്ല സമയം തുടങ്ങി. റോഡ് എത്രയോ കിലോമീറ്ററുകൾക്ക് ശേഷം കേട്ടോ നമുക്ക് മര്യാദയ്ക്ക് റോഡ് കിട്ടണേ. ഇത് മൊറായ് പ്ലെയിൻസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമാണ് കേട്ടോ. മൊത്തം പ്ലെയിൻസ് ആണ്, വാലിയാണ്, നടുവ് കൂടെ റോഡ്. നമുക്ക് താങ്ലാങ്ല വരെ നല്ല റോഡാണെന്നാണ് പറഞ്ഞത്. അതായത് കുറേ ദൂരത്തേക്ക് ഇനി അങ്ങോട്ട് എങ്ങനെയാണ്. താങ്ലാങ്ല കഴിഞ്ഞാലും ലേ വരെ നല്ല റോഡാണ്. അപ്പോൾ ഇനി പതുക്കെ എൻജോയ് ചെയ്ത് നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാം. ഇത് രാവിലെ തൊട്ട് വണ്ടി ഓടിച്ചതിൻ്റെ ക്ഷീണം, ആ മോശം സ്ട്രെച്ച് ഓടിച്ചതിൻ്റെ ക്ഷീണം എല്ലാം 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 മറന്നു പോകുന്ന ഒരു സ്ട്രെച്ചാട്ടോ ഇത്. ഭയങ്കരമായിട്ട് കാറ്റ് അവിടെ നിന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വണ്ടി ഇതിപ്പോൾ ഹാൻഡിൽ വിട്ട് കഴിഞ്ഞാൽ വണ്ടി പതുക്കെ ആ ഒരു സൈഡിലേക്കാട്ടോ പോണേ. ആ കാറ്റിൻ്റെ ഇതുകൊണ്ട് നേരെയല്ല പോകുന്നത്, ഈ സൈഡിലേക്കാണ് പോകുന്നത്. അത്രയും കാറ്റാണ്. പിന്നെ ദൂരെ മലകൾ, അടുത്തടുത്ത് മലകൾ, എല്ലാത്തിലും മേഘങ്ങളുടെ നിഴല്. എന്തൊരു രസമാണെന്നറിയോ. ഇങ്ങനെ ഒരു തിരക്കുമില്ല, വണ്ടികളില്ല, ലോറികളില്ല, ഇങ്ങനെ പോവാ എത്രയോ കിലോമീറ്റർ. ഇനി നമ്മൾ ഇത് ചെല്ലും തോറും അവിടെ ഗ്രാസ് ലാൻഡ്സ് വന്നു തുടങ്ങുന്നുണ്ട്. ആ ഭാഗത്ത് മൊത്തം പച്ചയാണ്, പച്ചപ്പാണ് മൊത്തം. ഓ എന്തൊരു ഭംഗിയാണ്. ശൗര്യ കഫേ, ഹയസ്റ്റ് കഫേ ഓൺ NH3. നമ്മളിവിടെ എത്തിയേക്കാണ് കേട്ടോ. നല്ല ഓക്സിജന് ബുദ്ധിമുട്ടുണ്ട്. എനിക്കിപ്പോൾ തന്നെ ബ്രീത്ത് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ. അപ്പോൾ ഇതേ ലേ 111, മണാലി 364, പാങ്ങുന്ന നമ്മൾ 65 കിലോമീറ്റർ പോന്നു. അപ്പോൾ ഇതേ താങ്ലാങ്ലയിൽ ഇവിടെ ഒരു ബുദ്ധിസ്റ്റ് എന്തോ മൊനാസ്ട്രിയോ അങ്ങനെ എന്തോ സംഭവം ഉണ്ട് കേട്ടോ. മഴ വരുന്നുണ്ട് കേട്ടോ. മഴ ചെറുതായിട്ട് ചാറുണ്ട്. പോരാത്തതിന് നല്ല തണുപ്പുണ്ട്. ഉള്ളിലേക്ക് പോകാൻ പാടുമോ? ബുദ്ധിസ്റ്റ് മൊനാസ്ട്രി അല്ല കേട്ടോ, ശ്രീകൃഷ്ണ ടെമ്പിളാണ്. കൺസ്ട്രക്റ്റഡ് ബൈ 29 റോഡ് മെയിൻ യൂണിറ്റ് 1969 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഹയസ്റ്റ് കഫേന്ന് എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അടച്ചേക്കാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും നടക്കില്ല. ഇതെത്ര ഫീറ്റ് മുകളിലാണെന്ന് എവിടെ എഴുതിയിട്ടില്ലല്ലോ. 17,482 ഫീറ്റ് എബോവ് സീ ലെവൽ. 17,482 ഫീറ്റ്. എനിക്ക് കുറച്ച് നേരമായിട്ട് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ
ശ്വാസം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അധികം നേരം ഇവിടെ നിൽക്കുന്നില്ല, ചിലപ്പോൾ പ്രശ്നമാവും, പിന്നെ ഒറ്റയ്ക്കുമല്ലേ. അപ്പോൾ ബെറ്റർ കണ്ടിന്യൂ ആണ് നല്ലത്. അപ്പോൾ അതൊക്കെ പോട്ടെ. ഇരുട്ടാവുന്നതിനും മഴയാവുന്നതിനും മുമ്പ് ലേലെത്തണം. എൻ്റെ കണ്ടു, ഇതൊക്കെ ഉണ്ടല്ലോ ഒരു 30 വയസ്സിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും വിടട്ടെ, അധികം നേരം അവിടെ നിന്ന് തിരിയുന്നില്ല. ഇവിടെ മഴയല്ല കേട്ടോ പെയ്യണേ, ഹെയിൽ സ്റ്റോൺസ് ആണ്. നോക്ക്, എൻ്റെ മേത്ത് മുഴുവൻ വന്ന് വീണ ഹെയിൽ സ്റ്റോൺസ് ആണ്. നിങ്ങൾക്ക് കാണാണ്ടെന്ന് അറിയില്ല, ചെറുതായിട്ട് ഐസ് കട്ടകളാണ് വന്ന് വീണേ. ഇവിടെ കണ്ടോ, കൈക്കുണ്ടല്ലോ തണുത്തിട്ട് ഇങ്ങനെ വിറങ്ങലിക്കുകയാണ്. അത്രയും തണുപ്പാണ്, സഹിക്കാൻ പറ്റുന്നില്ല. എവിടെയെങ്കിലും നിർത്താന്ന് വെച്ചാൽ അങ്ങനെ ഒരു പറ്റിയൊരു സ്ഥലവും ഇല്ല. വെയിലും ഉണ്ട് ഒരു സൈഡിൽ നിന്ന്. അത്യാവശ്യം വേനെടുക്കുന്നുണ്ട് കേട്ടോ. ആ സാധനം ഇപ്പോൾ കാലിലൊക്കെ വീഴുമ്പോൾ ജാക്കറ്റ് ഇട്ട് കൊടുത്ത് വേനെടുക്കുന്നില്ലെങ്കിലും ഹെയിൽ സ്റ്റോൺസ് കാലിൽ വീഴുമ്പോൾ നല്ല വേനെടുക്കുന്നുണ്ട്. എൻ്റെ അമ്മോ, രാവിലെ ഇറങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇത്രത്തോളം അഡ്വഞ്ചർ ഉണ്ടാവുമെന്ന്. ഇങ്ങനെ ആലിപ്പഴം വീണുകൊണ്ടിരിക്കുകയാണ്. ഭാഗ്യത്തിന് ചെറുതാണ്, വലുതൊക്കെ ആണെങ്കിൽ ഇപ്പം എൻ്റെ പണി തീർന്നു കിട്ടിയാണ്. ഞാനൊരു സ്ഥലത്ത് നിർത്തി നോക്കി, അപ്പോഴും ഭയങ്കരമായിട്ട് തണുക്കുന്നുണ്ട്, കാറ്റടിക്കുന്നുണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. ഇനി നമുക്ക് റുംസേ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് ഇവിടെ ഒരു ബോർഡുണ്ട്, 8 കിലോമീറ്റർ ആട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് എവിടെയെങ്കിലും ഒന്ന് നിർത്തി ഈ സാധനം ഒന്ന് ഉണക്കെന്തെങ്കിലും ചെയ്യാം. എൻ്റെ മിസ്റ്റേക്കാണ്, ഈ സാധനം വാട്ടർ പ്രൂഫ് മേടിച്ചുകൊണ്ട് വരണമായിരുന്നു. നമ്മൾ ലാട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു വില്ലേജ് കൂടെ ക്രോസ് ചെയ്യാം കേട്ടോ. ഭയങ്കര ഭംഗിയുള്ളൊരു വില്ലേജ് കേട്ടോ. ഇത്ര നേരം വന്നാൽ ഇത്രയും ഭംഗിയുള്ള വില്ലേജ് വേറെ കണ്ടിട്ടേ ഇല്ല. അതിന്റെ സൈഡിൽ കൂടെ ഒരു പുഴ ഒഴുകി പോകുന്നുണ്ട്, ചുമന്ന മലകളാട്ടോ മൊത്തം. എന്ത് രസമാണെന്നറിയോ, എല്ലായിടത്തും അതെ, ഭയങ്കര രസമാണ് കാണാൻ. പിന്നെ മഴയും കൂടി പെയ്തിട്ട് ചെറിയൊരു തണുപ്പും ഒരു നനവും എല്ലാം കൂടി ഭയങ്കര രസമാട്ടോ, ഭയങ്കര രസമാണ്, നല്ല രസമുള്ളൊരു വില്ലേജാണ്. ഞാൻ അതിലെങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഇങ്ങനെ വലിയ വലിയ സ്തൂപങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു, ബുദ്ധിസ്റ്റ് സ്തൂപകളൊക്കെ ഉണ്ടല്ലോ. ആൾക്കാരൊക്കെ ഭയങ്കര കമ്പനിയാണ്, എല്ലാവരും ഒരു ഹായ് ഒക്കെ കാണിക്കുന്നുണ്ട്, കുട്ടികൾ കമ്പനിയാണ്. ടോപ്പോഗ്രാഫി പിന്നെ പറയണ്ടല്ലോ. കുറേ ഹോം സ്റ്റേസ് ഉണ്ട് കേട്ടോ ഈ ഭാഗത്ത്. ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും വെളിച്ചുള്ളപ്പോൾ ഇത് കൂടെ പാസ് ചെയ്തിട്ടില്ല. ഇതെന്താണിത്? ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ മലകൾ കണ്ടിട്ടില്ല കേട്ടോ. നിർത്തണം, വണ്ടി നിർത്തണം. ഈ മുതലയുടെയും അല്ലെങ്കിൽ റെപ്റ്റൈൽസിന്റെ ഒക്കെ പുറത്തുണ്ടാവില്ലേ ഒരു സ്കെയിൽ പോലെ ഇങ്ങനെ പൊന്തി നിൽക്കുന്നത്, അതേപോലെ ഉണ്ട് കേട്ടോ ഈ സാധനമൊക്കെ. എന്ത് രസാ. അപ്പോൾ എനിക്കിത് കണ്ടിട്ട് മതിയാവണില്ല. ഇത് കണ്ട ഒരു മതില് പോലെ ഇങ്ങനെ അതിൽ പാറ്റേൺസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതിനൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഓരോന്നിനും ഓരോ കളറാണ് കേട്ടോ. റെഡിൻ്റെ തന്നെ പല വേരിയേഷൻസ് ആണ്. പിന്നെ ഇവിടുത്തെ അരുവി അത് അതിനൊക്കെ ഭംഗിയാണ്.
എന്തിനാ ഇവിടെ കൊണ്ട് നിർത്തിയെന്നല്ലേ? ഒരു ബന്ധമില്ലാത്തൊരു സ്ഥലത്തിന്റെ ഇടയില് ഇതേതാ നദി എന്നറിയോ? ഇതാണ് ഇൻഡസ്. അപ്പോൾ ഇൻഡസ് നദിയുടെ തീരത്ത് കൂടെ നമുക്ക് ഇനി ഒരു 45 കിലോമീറ്ററും കൂടി പോകാൻ ലേയിലേക്ക്. കറക്റ്റ് 1 മണിക്കൂർ 60 മിനിറ്റാണ് കാണിക്കുന്നത്. അപ്പോൾ നദിയുടെ തീരത്ത് കൂടെ അങ്ങനെ നമ്മൾ ലേയിലേക്ക് പോവാണ്. അപ്പോൾ എന്തായാലും അവിടെ എത്തുമ്പോഴത്തേക്ക് ഇരുട്ടാവും തോന്നുന്നു. ഞാൻ ഇന്ന് അവിടെ ചെന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കിടന്ന് ഉറങ്ങിയാൽ മതി എന്നാണ്. ആകെ വയ്യാതായി ഇന്ന്. മെൻ്റലിയും ഫിസിക്കലിയും ഭയങ്കരമായിട്ട് ടയർഡായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സർച്ചൂന്ന് ഇവിടെ വരെയുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെ. നാളെ ഒരു ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യും. പിന്നെ നമ്മൾ ഇവിടുന്ന് വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പ്ലാൻ. അപ്പോൾ എന്തായാലും ഇൻഡസ് നദീ തീരത്തുനിന്ന് ടിൻ പിൻ സ്റ്റോറി സൈനിങ് ഓഫ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.